വിജയകുമാർ, കേസിന്റെ വിധി വരാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഏതാണ്ട് അരമണിക്കൂർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 31 മിനിറ്റും 28 സെക്കൻഡും മാത്രമേ ബാക്കിയുള്ളൂ. എന്തൊക്കെയാണ് വിജയകുമാർ ഈ കേസിനെ വിലയിരുത്തുമ്പോൾ ഇനി വരാൻ പോകുന്ന വിധിയെക്കുറിച്ചുമൊക്കെ? അത് വിധിയെക്കുറിച്ചുള്ള വിജയകുമാറിന്റെ അവലോകനമല്ല, പക്ഷേ എങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം. ഇനിയും 30 മിനിറ്റ് മാത്രമാണ് ബാക്കി ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ വിചാരണ കോടതി രാവിലെ ഈ ശിക്ഷയിന്മേലുള്ള വാദം ഹ്രസ്വമായ വാദമായിരുന്നുവെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ തന്നെ കോടതി ഏത് വഴിക്കാണ് അതിൽ ശിക്ഷാവിധി ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ വിചാരണ കോടതി ജഡ്ജി നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാം പ്രതി പൾസർ സുനിയാണ് ഇതിലെ മുഖ്യ കേന്ദ്രബിന്ദു എന്നതാണ് വിചാരണ കോടതിയുടെ നിഗമനം. അത് പ്രോസിക്യൂഷനോട് കോടതി ആരായുകയും ചെയ്തു. അയാളാണ് ഒന്നാം പ്രതി, അയാളാണ് ഇതിലെ ഗൂഢാലോചനയുടെ കേന്ദ്രം. അയാൾ നടത്തിയ ഗൂഢാലോചനയിൽ പിന്നീട് മറ്റു പ്രതികൾ വന്ന് ചേരുകയായിരുന്നു. അപ്പോൾ ഒന്നാം പ്രതിയെ കാണുന്നത് പോലെ തന്നെ മറ്റു പ്രതികളെയും കാണാൻ കഴിയുമോ എന്നാണ് പ്രോസിക്യൂഷനോട് വിചാരണ കോടതി ചോദിച്ചത്. അവർക്കെതിരെ ഒരേ ചാർജ് നിലനിൽക്കുമെങ്കിലും ഒന്നാം പ്രതിക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ രണ്ടാം പ്രതി മുതൽ ആറാം പ്രതി വരെയുള്ള മറ്റു പ്രതികൾക്ക് നൽകാൻ കഴിയുമോ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. ആ ചോദ്യത്തിൽ പിടിച്ചായിരുന്നു പിന്നീട് പ്രതിഭാഗത്തിൽ പലരുടെയും ഈ പറയുന്ന കോടതി മുൻപാകെ നേരത്തെ ബി ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ യാചനയും അപേക്ഷയും അഭ്യർത്ഥനയും ഒക്കെ ഉണ്ടായത്. അതിൽ പലരും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന നിലയിൽ ആ വാഹനത്തിൽ കയറിപ്പോയതേ ഉള്ളൂ എന്നൊക്കെയുള്ള പല പല ന്യായങ്ങളും വിചാരണ കോടതി ജഡ്ജിന് മുൻപാകെ പറയുന്നത് നമ്മൾ രാവിലെ കേട്ടതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം പ്രതി നടത്തിയ ഗൂഢാലോചനയിൽ ആറാം പ്രതി വരെ എങ്ങനെയാണ് കണ്ണു ചേർക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ വിചാരണ കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നാം പ്രതി മുതൽ മുഴുവൻ പ്രതികൾക്കും ഒരേ ചാർജ് തന്നെയാണ്. അതായത് ക്രിമിനൽ ഗൂഢാലോചന, കൂട്ടബലാത്സംഗം ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും അവർക്ക് മുഴുവൻ പേർക്കുമെതിരെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവർ ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റി ഒന്നുകൂടി പരിശോധിച്ച് പ്രത്യേകം ശിക്ഷ വിധിക്കാനാണോ കോടതി ഉദ്ദേശിക്കുന്നത് എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് രാവിലെ വിചാരണ കോടതി ജഡ്ജിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നിരീക്ഷണ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പുറത്തു വന്നത്. അത് വേണമെങ്കിൽ പ്രോസിക്യൂഷനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കേവല ചോദ്യങ്ങളോ അല്ലെങ്കിൽ വിവരശേഖരണത്തിന്റെ ഭാഗമായ നിരീക്ഷണങ്ങളോ മാത്രമായി നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അതല്ല, അത് കോടതിയുടെ നിഗമനമാണോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് 3:30 കോടതി പറയുന്ന ജഡ്ജ്മെന്റിൽ മാത്രം, അന്തിമ ഉത്തരവിൽ മാത്രമായിരിക്കും അതുണ്ടാവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ കേന്ദ്ര ബിന്ദുവായി പൾസർ സുനിയെ അവതരിപ്പിച്ചുകൊണ്ടുള്ള കോടതിയുടെ നിഗമനമാണ് നമ്മൾ രാവിലെ കണ്ടത്. അത് കുറ്റപത്രത്തിൽ നടൻ ദിലീപ്, 8ാം പ്രതി ദിലീപിനെ കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചന എന്ന പ്രോസിക്യൂഷന്റെ വാദത്തെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് പൾസർ സുനിയെ കേന്ദ്രീകരിച്ച് ഒരു ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചനയിലെ കണ്ണി ചേർക്കപ്പെട്ടവരാണ് 2 മുതൽ 6 വരെയുള്ള മറ്റു പ്രതികളെന്നും ആണ് കോടതി സൂചിപ്പിച്ചത്. അത് ഈ കേസിലെ പ്രോസിക്യൂഷന്റെ മുൻകാല വാദങ്ങളാകെ നിരാകരിക്കുന്നതാണ്. അതിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതുകൊണ്ട് ആ വാദങ്ങളെപ്പറ്റി ഇനി പറയുന്നതിൽ പ്രസക്തിയില്ല. ഒരു ജുഡീഷ്യൽ ഓർഡർ വന്നാൽ ആ ജുഡീഷ്യൽ ഓർഡറിനെ മറ്റൊരു ജുഡീഷ്യൽ ഓർഡർ വഴി, മറ്റൊരു കോടതി ഉത്തരവ് വഴി മാത്രമേ റദ്ദാക്കപ്പെടാൻ കഴിയൂ. അതുവരെ ആ ഉത്തരവിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാമെന്നതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള നിയമപരമായ ഒരു പ്രാധാന്യവും അത്തരം പരാമർശങ്ങൾ നമ്മൾ നടത്തുന്ന നിരീക്ഷണങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. ഇവിടെ നമ്മൾ ഈ ഘട്ടത്തിൽ ഈ ഉച്ചയ്ക്ക് 3:30 ഇതിലെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിചാരണ കോടതി ഉത്തരവിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വരും. അപ്പോഴാണ് കോടതി തന്നെ പറഞ്ഞത്, നിങ്ങൾ വിധിന്യായം വായിച്ചിട്ട് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യൂ എന്നത് കോടതി മുറിയിലുണ്ടായിരുന്ന അഭിഭാഷകരോടും മാധ്യമപ്രവർത്തകരോടും ഒക്കെ വിചാരണ കോടതി ജഡ്ജി പറഞ്ഞു. നിങ്ങൾ അതല്ലാതെ നടത്തുന്ന പരാമർശങ്ങൾ അത് വസ്തുതാപരമാകണമെന്നില്ല. അതിൽ കോടതിക്കുള്ള അതൃപ്തിയും കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന വ്യക്തിപരമായ അധിക്ഷേപം എന്നതിനപ്പുറത്തേക്ക് അത് വളരെ ഗൗരവത്തിൽ അതിനെ പരിഗണിച്ച് തുടർ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നാണ് വിചാരണ കോടതി ജഡ്ജ് വ്യക്തമാക്കുകയും ചെയ്തത്. അത്തരം ചില ഹർജികൾ കോടതിയുടെ മുന്നിൽ, ചില കോടതിയക്ഷ ഹർജികളൊക്കെ കോടതിയുടെ മുന്നിലുണ്ട്. ഇപ്പോഴും അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത്, അല്ലെങ്കിൽ നാടുറ്റുനോക്കുന്നത് ആ ജഡ്ജ്മെന്റിന്റെ ഉള്ളടക്കം എന്താണ് എന്നറിയാൻ. ഇപ്പോൾ രാവിലെ ഇതിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അജയ്കുമാർ സംസാരിക്കുമ്പോഴും ഈ ജഡ്ജ്മെന്റിലെ വിവരങ്ങൾ അറിയാതെ നമ്മൾ അപ്പീലിന്റെ സാധ്യതയെ പറ്റിയോ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുന്നതിന്റെ മറ്റു നിയമപരമായ പ്രാധാന്യത്തെ പറ്റിയോ പറയാൻ കഴിയില്ല. അപ്പീൽ നൽകുന്നുണ്ട്, അത് സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണെന്ന് അദ്ദേഹം പറയുമ്പോഴും ആ ജഡ്ജ്മെന്റ് കാണട്ടെ, അതിനുശേഷം നമുക്ക് മറ്റു തീരുമാനങ്ങൾ എടുക്കാം എന്നതാണ്. അപ്പോൾ ജഡ്ജ്മെന്റാണ് പ്രധാനപ്പെട്ടത്, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഉള്ളടക്കമാണ്
ഏറ്റവും ക്രൂഷ്യൽ നിർണായകമാകാൻ പോകുന്നതും. അതിൽ എന്തൊക്കെയാണ് ഈ കേസിലെ പ്രതിയെ കുറ്റക്കാരെന്ന് കണ്ടെത്താനും കുറ്റവിമുക്തരാണെന്ന് കണ്ടെത്താനും കോടതി മുന്നോട്ട് വയ്ക്കുന്ന നിയമപരമായ ന്യായങ്ങൾ, നിയമപരമായ പശ്ചാത്തലം എന്നത് നമുക്കറിയേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. നേരത്തെ പലതവണ നമ്മൾ പറഞ്ഞതുപോലെ ഇതിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന മുഴുവൻ വകുപ്പുകളും സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ക്രിമിനൽ ഗൂഢാലോചന 120B എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് ദിലീപിനെ ഒഴിവാക്കി കൊടുത്തത്. കൂട്ടബലാത്സംഗം എന്ന വകുപ്പ് ഈ പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്ന് വിചാരണ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വകുപ്പുകൾക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ എന്നത് ജീവപര്യന്തം തന്നെയാണ്. അത് ജീവപര്യന്തം അതേ അർത്ഥത്തിൽ മുഴുവൻ പ്രതികൾക്ക് നൽകുമോ, അതിൽ മറ്റു പ്രതികൾക്ക് എന്തെങ്കിലും ഇളവ് കോടതി നൽകുമോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. അതിന് പല പല പാരാമീറ്ററുകൾ ഈ പറയുന്ന കോടതികൾ, അളവുകോലുകൾ കോടതികൾ കാലങ്ങളായി ഉപയോഗിക്കാറുണ്ട്. അതിൽ സുപ്രീം കോടതിയും മറ്റ് ഹൈക്കോടതികളും ഒക്കെ വിചാരണ കോടതികൾക്ക് ബാധകമാകുന്ന തരത്തിലുള്ള ചില അളവുകോലുകൾ മാർഗനിർദ്ദേശ രൂപേണ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചാണ് സാധാരണ കോടതികൾ ഈ കേസിലെ പ്രോസിക്യൂഷൻ വാദങ്ങളെ സമർത്ഥിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത്. ഇവിടെയും അതേ മാനദണ്ഡങ്ങൾ തന്നെയാണ് നമ്മളുടെ വിചാരണ കോടതി എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്ക് ആനുപാതികമായ ശിക്ഷ നൽകുന്നതിനും ഈ പറയുന്ന അളവുകോൽ വിചാരണ കോടതി ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 1-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ പറയുന്ന ജീവപര്യന്തം എന്ന പരമാവധി ശിക്ഷ നൽകണോ, അതിൽ ആർക്കെങ്കിലും ഇളവ് നൽകണോ, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം, അവരുടെ പ്രായം, അവർ പശ്ചാത്തപിക്കാൻ തയ്യാറാണ് എന്ന അഭിഭാഷകർ കോടതിയിൽ അറിയിച്ച കാര്യം, കുടുംബ പശ്ചാത്തലം, ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്യാദി നിരവധി ഘടകങ്ങൾ വേണമെങ്കിൽ വിചാരണ കോടതിക്ക് ശിക്ഷ നൽകുന്നതിന് മുൻപ് പരിഗണനയ്ക്കെടുക്കാവുന്നതാണ്. മാനുഷിക വശങ്ങളടക്കം പരിഗണിക്കാവുന്നതാണ്. വളരെ പ്രൈം ഏജിലുള്ള ഒരു പ്രതി, അയാൾ നിരന്തരമായി കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല, അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, അയാൾക്കെതിരെ മുൻകാലങ്ങളിൽ ക്രിമിനൽ കേസുകൾ FIR ഒന്നുമില്ല. അത്തരം സാഹചര്യങ്ങളിൽ അയാൾക്ക് എന്തെങ്കിലും ഇളവ് കൊടുക്കണമെങ്കിൽ വിചാരണ കോടതിക്ക് അത്തരം സാഹചര്യങ്ങൾ പരിഗണിക്കാവുന്നതാണ്, പരിശോധിക്കാവുന്നതാണ്. അതൊക്കെ വിചാരണ കോടതി ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷനാണ്, അവരുടെ വിവേചന അധികാരത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. അതിന് ബാധകമാകുന്ന ചില അളവുകോലുകൾ നമ്മളുടെ പരമോന്നത കോടതികളും ഹൈക്കോടതികളും പല ഘട്ടങ്ങളിലും നൽകിയിട്ടുണ്ട്. അതാണ് പലപ്പോഴും വിചാരണ കോടതികൾ ഒരു മാനദണ്ഡമായി സ്വീകരിക്കാറുള്ളത്. അത് വധശിക്ഷ മുതൽ ഇങ്ങോട്ടും താഴെ ഈ ജീവപര്യന്തം ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേസുകളിൽ അത്തരം മാനദണ്ഡങ്ങൾ ഈ പരമോന്നത കോടതി നൽകിയത് പല വിചാരണ കോടതി ജഡ്ജിമാരും മുഖവിലേക്ക് എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ പ്രതികൾക്ക് അപ്പീൽ നൽകാം, പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാം. അങ്ങനെ നിയമപരമായ സാധ്യതകൾ വളരെ വിശാലമായി തുറന്നു കിടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ തുടക്കം കുറിക്കുന്ന, അതിനൊക്കെ ഒരു ചുവട് വയ്ക്കുന്നത് ഈ വിചാരണ കോടതി ജഡ്ജ്മെന്റ് പുറത്തു വരുന്നതിലൂടെയാണ്. അതാണ് നമ്മൾ ഈ 3:30-ക്ക് ശേഷം പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതികൾക്ക് അതിക്രൂര കുറ്റകൃത്യം ചെയ്ത അതിജീവിതയുടെ മാനസിക അവസ്ഥയെപ്പറ്റിയൊക്കെ വിചാരണ കോടതി ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. സ്ത്രീയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ പര്യാപ്തമായ ഒരു ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകും എന്നതാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ നിയമവ്യവസ്ഥ ആ നിലയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളാണ്. അവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകണമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. സമൂഹത്തിന് ബാധകമാണോ അതോ കേസിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടാണോ ഞാൻ വിധി പറയേണ്ടത് എന്ന് വിചാരണ കോടതി ജഡ്ജ് ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ സമൂഹത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാകുന്ന ഒരു ജഡ്ജ്മെന്റ് വിചാരണ കോടതിയിൽ നിന്നുണ്ടാകണം എന്നാണ് അതിന് പ്രോസിക്യൂഷൻ മറുപടി നൽകുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.